നമസ്കാരം, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും, കേരള PSCയുടെ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. എല്ലാവരും തന്നെ അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 16 അപ്പോൾ ജൂലൈ 16 മുന്നേ തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കാണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ടാണ് പോസ്റ്റ് വരുന്നത്. ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 മുതൽ 1,15,300 വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര വേക്കൻസി എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇനി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 22 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1989 അതുപോലെ 1/1/2003. അപ്പോൾ ഇതിനിടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഈ നമ്മുടെ റിസർവേഷൻ നോക്കുകയാണെങ്കിൽ OBCക്ക് +3 ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ SC/ST കാറ്റഗറിക്കാണെങ്കിൽ +5 ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മസ്റ്റ് പോസസ് എ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. ഇനി ട്രെയിനിങ്, ഇത് കഴിഞ്ഞിട്ടൊരു ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരിക്കും 1 ഇയർ. ആ ട്രെയിനിങ്ങും സർവീസിൻ്റെ പീരീഡായിട്ട് തന്നെ കൂട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറിന് നമ്മൾ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ ലിങ്ക് തരുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 16/7/2025 ആണ്. അപ്പോൾ ആ ഒരു ദിവസത്തിന് മുന്നേ തന്നെ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു പോസ്റ്റാണ്. ഇലക്ട്രിക്കൽ ബിടെക് ഇലക്ട്രിക്കൽ പാസ്സായിട്ടുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും നോക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.